യുവതിക്ക് മെസ്സേജ് അയച്ച കേസിൽ പോലീസുകാരന് സസ്പെൻഷൻ. അടൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിലിനെയാണ് സസ്പെൻഡ് ചെയ്തത്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, സസ്പെൻഷനിലേക്ക് എത്തുവണ്ണം എന്ത് മെസ്സേജാണ് ഇയാൾ യുവതിക്ക് അയച്ചത്? പരാതി ഉയർന്നു വന്ന എപ്പോഴാണ്? എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ? അക്ഷയ, കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുവല്ലയിൽ നടന്നൊരു വാഹനാപകടവുമായി ബന്ധപ്പെട്ടാണ് ഈ CPO സുനിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടുന്നത്. ആദ്യം അതിൻ്റെ വിശദവിവരങ്ങൾ അന്വേഷിക്കുന്നു. ശേഷം പിന്നീടും വാട്സപ്പ് വഴി മെസ്സേജ് അയപ്പ് തുടരുകയാണ്. ഇത്തരത്തിൽ FIRൽ മോശമായ പരാമർശങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും ഈ മെസ്സേജ് അയപ്പ് വലിയ രീതിയിൽ തുടർന്നു. മറുപടി ലഭിക്കാത്ത ഘട്ടത്തിലും മെസ്സേജ് നിരന്തരം അയച്ചുകൊണ്ടിരുന്നു എന്നുള്ള പരാതിയാണ് നിലവിലുള്ളത്. ഏതായാലും ഈ മെസ്സേജ് അയച്ചുകൊണ്ട് കൂടുതൽ സംഭാഷണത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ നിലവിൽ ആരോപണമുള്ളത്. അത്തരത്തിലാണ് പരാതിയുമുള്ളത്. എന്തായാലും പരാതിയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. കാരണം ഒരു പക്ഷേ മെസ്സേജ് അയച്ച തോതും ഇത്തരത്തിൽ ഈ കൃത്യനിർവഹണത്തിനിടെ ലഭിച്ച നമ്പറാണ്, അത് ദുരുപയോഗം ചെയ്തു എന്ന രീതിയിലുള്ള കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ അടൂർ പോലീസ് സ്റ്റേഷനിലെ CPO സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിലിനെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അക്ഷയ്, ശരി, രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്. നീതിക്ക് ആകേണ്ടവർ, നിയമപാലനം കൃത്യമായി നടത്തേണ്ട ആളുകൾ, അവർക്കെതിരെ ഉയർന്നു വന്നിരുന്ന പരാതികൾ, അവർ നടത്തുന്ന അതിക്രമങ്ങൾ, അവർ പ്രതിക്കൂട്ടിലാകുന്ന വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച എന്താണ് ആഭ്യന്തരമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയുന്നില്ല എന്നുള്ളതാണ്.